പതിനായിരങ്ങൾക്ക് കാരുണ്യഭവനമൊരുക്കിയ ബൈത്തുർ റഹ്മ പദ്ധതിയുടെ തുടക്കം മലപ്പുറത്ത് നിന്നാണ്. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തുടങ്ങിയ പദ്ധതി പിന്നീട് ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. ചെന്നൈ വെള്ളപ്പൊക്കത്തിലും മുസഫർ നഗർ കലാപത്തിലും വീടുകൾ നഷ്ടപ്പെട്ടവർ മുതൽ രോഹിത് വെമലിയുടെ കുടുംബം വരെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. 2009 വിട പറഞ്ഞ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മരണയ്ക്കായി 2011 ബൈത്തുർ റഹ്മ പദ്ധതി പ്രഖ്യാപിച്ചത്. മലപ്പുറം ജില്ലയിലെ 151 നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയായിരുന്നു തുടക്കം. പിന്നീട് മറ്റു ജില്ലകളിലേക്കും സംസ്ഥാനത്തിന് പുറത്തേക്കും പദ്ധതി വ്യാപിപ്പിച്ചു. 8 മുതൽ 15 ലക്ഷം രൂപ വരെ ചെലവഴിച്ചുള്ളതാണ് ഓരോ വീടുകളും. അത് അർഹതപ്പെട്ട ആളുകളെ കമ്മിറ്റി കൂടി തീരുമാനിച്ചതിന് ശേഷം നമ്മൾ ആ നാട്ടിലുള്ള സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകളെ പോയി കണ്ടെത്തി അതിന് വേണ്ട സംഖ്യ സ്വരൂപിച്ചെടുത്ത് ഒരു 3 മാസത്തിനുള്ളിൽ തീരാവുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യാവുന്നത്. മുസഫർ നഗർ കലാപത്തിന്റെ ഇരകൾക്കായി 61 വീടുകളാണ് നൽകിയത്. രോഹിത് വെമുലയുടെ കുടുംബത്തിനും ബൈത്തുർ റഹ്മ ലഭിച്ചു. അത് മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഞങ്ങൾ നിർമ്മിക്കുന്ന സ്മാരകമാണ്. ഏറ്റവും പാവങ്ങളായ ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവർക്കായിരിക്കണം നമ്മൾ ബൈത്തുർ റഹ്മ നൽകേണ്ടത്. 8 വർഷം കൊണ്ട് നിർമ്മിച്ച ബൈത്തുർ റഹ്മകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ കയ്യിൽ കൃത്യമായ കണക്കില്ല. 10,000 കടന്നു എന്നാണ് ഏകദേശ കണക്ക്. മീഡിയ 1 മലപ്പുറം.